നമ്മുടെ നാട്ടിലെ നാസ്തികരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ശരി തെറ്റുകൾ ആപേക്ഷികമാണ്. അതിപ്പോൾ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണല്ലോ. ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത് വെച്ചാൽ രാഷ്ട്രീയ കക്ഷികളൊക്കെ പ്രയോഗിക്കുന്ന തത്വം എന്താണ്, ശരി തെറ്റുകളൊക്കെ ആപേക്ഷികമാണ്. ആപേക്ഷിക്കുന്ന വാക്ക് ഒന്നും കൂടെ കുറച്ചുകൂടെ അടിവരയിട്ട് പറഞ്ഞാൽ അത് പാർട്ടി തീരുമാനിക്കുന്നതാണ് എന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും പ്രയാസകരമായ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ CPM നേതാവിൽ നിന്നുണ്ടായ ഒരു പരാമർശമായിരുന്നു UDF അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കുമെന്നുള്ളത്. ഞാനിങ്ങനെ ചിന്തിച്ചു, മാറാട് ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തെയാണ് ഇവർ ഭയപ്പെടുത്തുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിൽ വടകരയിൽ മത്സരിച്ചപ്പോൾ ആ ഇലക്ഷൻ സമയത്ത് വന്ന ഒരു പ്രധാന വാർത്തയായിരുന്നു ഒരു കാഫിർ സ്ക്രീൻഷോട്ട് മെസ്സേജ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കുറ്റം ചെയ്ത ആളുകൾക്കുള്ള അന്വേഷണവും മറ്റുമൊക്കെ നടന്നെങ്കിലും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന ഒരു യുവ DYFI നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായ ആ ഒരു ഇലക്ഷൻ സമയത്ത്, ഇലക്ഷന് ശേഷവും റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് പ്രകടനങ്ങളും മറ്റുമൊക്കെ ഒരു പക്ഷേ വർഗീയ ധ്രുവീകരണത്തിലേക്ക് വളരെയധികം നീങ്ങിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം ബാക്കിയൊക്കെ ഉണ്ടായ ഒരു മെസ്സേജ്, അതിന് ചുറ്റിപ്പറ്റി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതിന് ജാമ്യം കിട്ടിയതിന് ശേഷം വൻ സ്വീകരണം ഒരുക്കിയതുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പ്രതിയായി ആരോപിക്കപ്പെട്ട് ജയിലിൽ കടന്ന് ജാമ്യത്തിലിറങ്ങിയ ആളുകൾക്ക് സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഹമീദ് മാഷ് നമുക്ക് എന്താണ് പറയാനുള്ളത്? 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് എതിരായതുകൊണ്ട് തന്നെ തിരിച്ച് പ്രതിപക്ഷത്ത് ഇരിക്കുകയാണ് ഇപ്പോൾ LDF. സ്വാഭാവികമായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്, പാർട്ടിക്കകത്തും പുറത്തൊക്കെ ആയിട്ട് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്, പാർട്ടിക്ക് എന്ത് തെറ്റുപറ്റി എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക എന്താണ്, വളരെ വസ്തുനിഷ്ഠമായ തലത്തിൽ ഇതിനെ വിശകലനം ചെയ്യാനും ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയ അല്ലെങ്കിൽ അവമതിപ്പുണ്ടാക്കിയ കാരണങ്ങൾ മനസ്സിലാക്കി ഒരു തിരുത്തലിന് എത്രയും പെട്ടെന്ന് പാർട്ടി മുന്നോട്ട് വരുമെന്നുള്ളതാണ്. പക്ഷേ പഴയ ചില സ്വഭാവങ്ങളോ സംസ്കാരങ്ങളൊക്കെ മാറ്റി നിർത്താൻ പ്രയാസകരമാകുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു എന്നാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ ഈ നരോത്തം പാർട്ടിയ കൂട്ടക്കൊല നമുക്കറിയാം. ഗുജറാത്തിൻ്റെ ഈ വംശീയ ഈ കൂട്ടക്കൊലയുടെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായൊരു അധ്യായമാണത്. ആ പ്രതികൾ അലഹാബാദിലെ ഒരു സ്പെഷ്യൽ കോർട്ട് എന്ത് ചെയ്തു, അവരെ വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിട്ട സമയത്ത് അവർക്ക് വലിയ സ്വീകരണം കൊടുത്തു. അപ്പോൾ ആ സ്വീകരണം കൊടുത്ത സമയത്ത് അതിനെക്കുറിച്ച് ഈ 2 BJP നേതാക്കളാണ് ഇവർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കേസ് കൊടുത്തിരുന്നത്. അതിനകത്ത് ഒരാളുടെ പേര് CK റൗൾജി എന്നാണ്, MLA ആണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞതെന്താ വെച്ചാൽ, അവർ നല്ല സംസ്കാരത്തിൻ്റെ, സനാതൻ സംസ്കാരം എന്നാണ്, സംസ്കാരത്തിൻ്റെ ഉടമകളായ ബ്രാഹ്മണന്മാരാണ് ഈ പ്രതികളെന്നാണ്. അപ്പോൾ ഇവരെ പുറത്തുവിട്ട സമയത്ത് ഈ നമ്മുടെ ചാനൽ ചർച്ചയ്ക്കകത്ത് പഴയ നിർഭയ കേസിൽ ആ പെൺകുട്ടിയുടെ അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആരാണ് ചീത്ത സംസ്കാരത്തിൻ്റെ ആളുകൾ, ഏതാണ് ആ സംസ്കാരമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ അടുത്ത് നമ്മുടെ ഇക്കഴിഞ്ഞ മെയിൽ സുശീൽ പ്രജാപതി എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവവാഹിനി നേതാവ്, അദ്ദേഹം ഒരു LLB കാരിയായ പെൺകുട്ടിക്ക് ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെടുകയും 8 മാസം ജയിലിൽ കിടക്കുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ മാസീവായിട്ടുള്ള ഒരു സ്വീകരണമാണ് നൽകുന്നത്. അതുപോലെ നമ്മൾ ഈ ബിഷപ്പ് ഫ്രാങ്കോ മുലക്കൽ, അദ്ദേഹം ഒരു നണ്ണിനെ റേപ്പ് ചെയ്ത കേസിൽ ചെയ്തു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോഴും അദ്ദേഹത്തിന് എന്താണ് വലിയ സ്വീകരണം. ഇത് പല കേസുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കെന്താ തോന്നും, ഇത്രയും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന നികൃഷ്ടമായ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവർ വെച്ചു പുലർത്തുന്ന സംസ്കാരത്തിൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണോ ഈ സ്വീകരണം കൊടുക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എന്തായാലും കർണാടകയിൽ എന്താ വെച്ചാൽ സമാനമായൊരു കേസിൽ, എന്താണ് അതിൻ്റെ പേര്, ഹവേരി ഗ്യാങ് റേപ്പ് കേസ്,
അതിനകത്ത് ഇതുപോലെ തന്നെ അവരെ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ആളുകൾ വട്ടം കൂടി. പക്ഷെ അപ്പം തന്നെ അവരെന്ത് ചെയ്തു, പിടിച്ചിങ്ങാണ്ട് കൊണ്ടും ജയിലിൽ കൊണ്ടുപോയിട്ട് ആക്കുകയുണ്ടായി. എന്തായാലും ഈ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു പൊതുവെയുള്ളൊരു ചൊല്ലാണ് യുദ്ധം ജയിക്കാൻ എന്ത് തന്ത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ള ഈ പ്രത്യക്ഷമായി തന്നെ വർഗീയതയൊക്കെ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നന്നായാൽ മതി, അല്ലെങ്കിൽ മാർഗം എന്ത് ചെയ്യേണ്ടതില്ല, നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇൻ വാർ ആൻഡ് ലവ് എവറിത്തിങ് ഈസ് ഫെയർ എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് നമ്മുടെയൊക്കെ പൊതുജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടായിട്ട് മാറുകയാണെങ്കിൽ അത് എത്രമാത്രം ഭീകരമായൊരു അനന്തരഫലമാകാരം ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾക്കറിയാം, പിന്നെ ഈ മാർക്സ് പാർട്ടിയെ സംബന്ധിച്ചോളം ശരിക്കും ഇത് അത്ര വലിയ ക്രൈമായിട്ട് ഇങ്ങനെ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ കൃപേഷ് ലാൽ വധക്കേസിൽ പ്രതികൾ അവർ പുറത്തു വന്ന സമയത്ത് വമ്പിച്ച സ്വീകരണമാണ് കൊടുത്തത്. എനിക്കൊണ്ട് അതിനകത്ത് പി ജയരാജൻ എന്ത് ചെയ്യുന്നു, അതിൽ പങ്കെടുത്തിരുന്നു. ഇതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾ, അതുപോലെ നമ്മുടെ അരീൻ ഷുക്കൂർ, ഷുഹൈബ്, ഫസൽ വധക്കേസിലെ പ്രതികൾ, അദ്ദേഹം പുറത്തു വന്നപ്പോൾ നമ്മൾ എം വി ജയരാജൻ തന്നെ പോയിട്ട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ കൊലപാതക കേസിലെ പ്രതികൾക്കും ഇപ്പോൾ കാരായി സഹോദരന്മാർക്കും ഒക്കെ MLA സ്ഥാനത്തിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയതാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതിന് കരുതുന്നില്ല. ഇപ്പോൾ ബംഗാളിൽ ഇത് നേരത്തെ വ്യാപകമായിട്ട് നടക്കുകയും വലിയ വിമർശനങ്ങളും ഒടുവിൽ പാർട്ടിയെ ജനങ്ങൾ തള്ളിക്കളയുന്നതിലേക്കൊക്കെ എത്തിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന ഒരു ഹീറോയിസമുണ്ട്. ഒരു വ്യക്തി പാർട്ടി ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് മനുഷ്യത്വമോ നീതിയോ അല്ലെങ്കിൽ സാധാരണ പൊതു നിയമങ്ങളൊന്നും ബാധകമല്ല. അദ്ദേഹത്തെ എന്ത് ചെയ്യാം, എന്താണോ പാർട്ടി പറഞ്ഞു വെച്ചാൽ അത് ചെയ്യാമെന്നുള്ളതാണ്. ഇതിലേക്ക് പോകുന്നതിലൂടെ എന്താ വെച്ചാൽ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പുരോഗതിക്ക്, സുസ്ഥിര വികസനത്തിന്, മൊത്തത്തിലൊരു സാമൂഹ്യ ക്രമത്തെ നന്നായി മാറ്റിമറിക്കുന്നതിലൊന്നാണ്. ഇത് നമ്മൾ മറന്നു പോവുകയും ജനങ്ങളെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിന് പകരം വർഗീയവൽക്കരിക്കുക, ക്രിമിനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ വംശവെറി കുത്തിച്ചേർത്തുക, ജാതിവെറി കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രാദേശികവാദം കൊണ്ടുവരിക, ഭാഷാവെറി കൊണ്ടുവരിക, ഇതൊക്കെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള പല ഈ നികൃഷ്ട വികാരങ്ങളും കുത്തിച്ചെലുത്തി ജനങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരം ഇവിടെ ഉണ്ട്. അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് പുരോഗമന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. കാരണം അവർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു ലോകരാഷ്ട്രീയത്തിൽ തന്നെ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചവരാണ്. ഇപ്പോൾ ക്യാപിറ്റലിസത്തിനെതിരെ അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികൾക്കെതിരെയൊക്കെയുള്ള ആഗോളതലത്തിലുള്ളൊരു സമരത്തിൽ ചെറിയൊരു തിരിവെളിച്ചെങ്കിലും കൊണ്ടു നടക്കുന്നവരാണല്ലോ. അപ്പോൾ ഇവിടെയാണ് ഈ പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ജനത്തിനും എടുത്തുക്കണു, ഈ ഒരു ഹീറോയിസം ജനത്തിനും എടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. അത് ഈ വീണ്ടും ഈ കൊണ്ടു നടക്കാൻ ശ്രമിച്ചാൽ പാർട്ടിക്ക് നഷ്ടം ഉണ്ടാക്കുക. രണ്ടെന്താ വെച്ചാൽ ഈ നമ്മൾ സാധാരണ ഈ നമ്മുടെ നാട്ടിലെ നാസ്തികരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ശരി തെറ്റുകൾ ആപേക്ഷികമാണ്. അപ്പോൾ അതിപ്പോൾ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണല്ലോ. ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത് വെച്ചാൽ രാഷ്ട്രീയ കക്ഷികളൊക്കെ പ്രയോഗിക്കുന്ന തത്വം എന്താണ്, ശരി തെറ്റുകളൊക്കെ ആപേക്ഷികമാണ്. ആപേക്ഷിക്കുന്ന വാക്ക് ഒന്നും കൂടെ കുറച്ചുകൂടെ അടിവരയിട്ട് പറഞ്ഞാൽ അത് പാർട്ടി തീരുമാനിക്കുന്നതാണ് എന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് മാറുന്നതാണ്. എന്തായാലും നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഇസ്ലാം ആലോചിച്ചു ഇവിടെ കാഫിർ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടായത് യഥാർത്ഥത്തിൽ മുസ്ലിം വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാഫിർ എന്ന് വിളിക്കാൻ പറ്റില്ല. മുർത്തദെന്നോ കാഫിറെന്നോ മുഷ്രിക്കെന്നോ ഒന്നും വിളിക്കാൻ ഒരു വ്യക്തിക്ക് അവകാശമില്ല. കുഫ്ർ എന്നതാണെന്ന് പറയാം, ഷിർക്ക് എന്നതാണെന്ന് പറയാം. പക്ഷെ എന്തല്ല, എനിക്കോ അങ്ങൾക്കും എന്തില്ല, പരസ്പരം കുഫർ ആരോപിക്കാനോ ഒന്നുള്ള അവകാശമില്ല. അത് അള്ളാഹുവിൽ നിക്ഷിപ്തമായ അധികാരമാണെന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കാര്യം ഒരു മുസ്ലിം പോലും ചെയ്യുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മുസ്ലിം ചെയ്യാൻ പാടില്ല, ചെയ്യുകയുമില്ല എന്നാണത് വിശ്വസിക്കുന്നത്. ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലാണെങ്കിലോ അതൊരു ഉന്നതകാര്യ സമിതി ഉണ്ടാവും.
അവരാണ് കേസൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലൊരാളെ പ്രയോഗം അങ്ങനെ വന്നോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രത്യേക പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അദ്ദേഹം സ്വമേധയാ ചെയ്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ അവസാനം ആരാ പ്രതിയാവുന്നത്? ഒരു ഗോഡ്സെയും വരെ രണ്ടാളുമാണ്. അപ്പോൾ അവരെ അതിലേക്ക് നയിച്ച ഒരു രാഷ്ട്രീയ പരിസരം, അതിലേക്ക് നയിച്ച രാഷ്ട്രീയ ആശയം, അതിന് സഹായിച്ച ഗ്രന്ഥങ്ങൾ, അവരെ അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തികൾ, ഇതൊക്കെ പിറകിലെന്ത് ചെയ്തു, മറഞ്ഞു നിൽക്കുകയും ഈ പറഞ്ഞ 1-2 വ്യക്തികളിലേക്ക് മാത്രമായി കേസ് ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സത്യം ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? തള്ളി പറയുകയാണ് വേണ്ടത്. ഞങ്ങൾ ഈ ആശയത്തിൻ്റെ ആളുകളല്ല, ഞങ്ങൾ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് പറയുന്നത് വെച്ചാൽ ഇത് തള്ളിക്കളയുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ ഇതിനെ എൻഡോസ് ചെയ്യുന്നതിലൂടെ, സ്വീകരണം കൊടുക്കുന്നതിലൂടെ ഒരു സമൂഹ മനസാക്ഷി എന്താഗ്രഹിക്കുന്നില്ലയോ അതിലേക്ക് വീണ്ടും വീണ്ടും ഒരു പാർട്ടി പിന്നെ സപ്പോർട്ട് കൊടുക്കുന്നത് പോലെയാണ്. എന്തായാലും ജനങ്ങളിതൊക്കെ മറക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം നിലനിൽക്കണം എന്നുള്ളതും അതൊരു ബാലൻസ് ചെയ്ത് കേരളത്തിൻ്റെ സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ആരോഗ്യകരം, ഗുണകരം എന്നൊക്കെ നമ്മൾ പറയാറില്ല. പക്ഷേ ഇത്തരം പ്രവണതകൾ ഒരുപക്ഷെ ഇതിനേക്കാൾ സഹായിക്കുക മറ്റു ചില ഈ രാഷ്ട്രീയ മുന്നേറ്റങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടി കുറേ കൂടെ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു വിചിന്തനത്തിന് തയ്യാറാവുകയും ഇത്തരത്തിലുള്ള ആശയങ്ങളിലൊന്നും ഇനി പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ അത്തരം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകരുതെന്ന് നമുക്ക് പറയാനുള്ളത്. ഷെൽഫി, ഇപ്പോൾ യുവ നേതാക്കളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലും ബാക്കിയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത്, സ്വീകരണം നൽകുന്നതും യുവജന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ആളുകളുമൊക്കെ. എന്താണ് യുവാക്കൾക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പിന്നെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അദ്ദേഹം അപ്പോസ്റ്റലാന്ന് വിചാരിക്കുന്നത്, എ റഹീം, രാജ്യസഭാംഗം, അദ്ദേഹം വടകരയിൽ നടത്തിയ ഒരു സംസാരമുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇലക്ഷൻ വരും പോകും, ഇത് കേരളമാണ്, ഇവിടെ ആളുകളെ ഭിന്നിപ്പിക്കരുത്. നമ്മളത് ശരിക്കും നമ്മൾ വളരെ സീരിയസ് ആയി എടുക്കേണ്ട ഒരു ഭാഗമാണ്, ഒരു പോയിൻ്റാണത്. കേരളം എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് പ്രതീക്ഷയുടെ ഒരു തുരുത്താണ്. ശരിക്കും പൊതുവിൽ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ഇവിടുത്തെ വർഗീയ രാഷ്ട്രീയത്തിന് കീഴൊതുങ്ങാത്ത ഒരിടമായി നിലനിൽക്കുന്നു. തമിഴ്നാട് അതിലുണ്ട്, കർണാടക ഇടക്കൊന്ന് BJP രാഷ്ട്രീയം അധികാരത്തിൽ വന്നെങ്കിലും ഇപ്പോഴും അവിടെ BJPയുടെ വിരുദ്ധ ചിന്താഗതിക്കാരായ വളരെ ശക്തമായ മതനിരപേക്ഷ കക്ഷികളുടെ എന്താ പറയുക നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളാണ് അവിടെ ഭരണം നിർവഹിക്കുന്നത്. കേരളം കുറച്ചുകൂടി ആ നിലക്ക് ശക്തമായി ഒരു വർഗീയ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന സംസ്ഥാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പലതരത്തിലുള്ള കുതിരക്കച്ചവടവും നടത്തി അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കേരളം ഒരിക്കലും പിടികൊടുത്തിട്ടില്ല. പരമാവധി ഉണ്ടാക്കാൻ സാധിച്ചത് ഇപ്പോൾ നടന്ന ഇലക്ഷനിലെ 3 സീറ്റ് മാത്രമാണ്. അവിടെ പോയി നോക്കിയാൽ തന്നെ അവിടെ മുഴുവൻ ആ ആശയം പറഞ്ഞ് വോട്ട് വാങ്ങിയതായി ആയിരിക്കും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ആകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത്, പ്രതീക്ഷ നൽകുന്ന ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ മുറിപ്പെടുത്തുന്നത്, ഇവിടെയുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളെ തകർക്കുന്നത് അത് ഗുരുതരമായ അപരാധമാണ്. ആര് ചെയ്താലും ഗുരുതരമായ അപരാധമാണ്. ഇടതുപക്ഷത്ത് നിന്ന് ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇടതുപക്ഷത്ത് നിന്ന് നമ്മൾ ഒരു നിലക്കും ഇത് പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ നോക്കൂ, പൊതുവിൽ ഈ സെക്യുലറിസം എന്നത് തന്നെ ഇടതുപക്ഷം കാണുന്നത് എങ്ങനെയാണ്? മതരഹിതമായ ഒരാശയമായിട്ടാണ് ശരിക്കും അവർ കാണുന്നത്. ഇവിടെ മതങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരർത്ഥത്തിലല്ല, മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട മതരഹിതമായ ഒരു സെക്യുലറിസമാണ് ഉണ്ടാകേണ്ടത് എന്നാണ്. അതിപ്പോൾ അങ്ങനെ പരസ്യമായി പറയാറില്ല. കുറച്ചുകൂടി പഴയ സാഹിത്യങ്ങളിലേക്ക് പോയാൽ അതായിരുന്നു അവർ ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മതപരമായ കാര്യങ്ങളെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലെ ടൂളുകളായി ചില കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ശരിക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്താകമാനം എടുത്തു നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് വിശേഷിച്ചും വേട്ടയാടപ്പെടുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമാണ്. അതിൽ തർക്കമില്ല. അതൊരു ഇരവാദം ഉന്നയിക്കുകയല്ല, യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം മാർച്ച് 15 UN അംഗീകരിച്ച
ഒരു കാര്യമാണ്. കാരണം ആളുകളുടെ പൊതുബോധത്തിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ഫോബിയ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുകയും അതിൻ്റെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. ഇന്ത്യ രാജ്യത്ത് അതിനേക്കാൾ കുറച്ചും കൂടി ശക്തമാണ്. മുസ്ലിങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഓരോ ഭാഗവും ഇവിടുത്തെ പ്രബല ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയും അതിൻ്റെ ആദർശ ഐഡിയോളജിക്കൽ ബേസായിട്ടുള്ള RSSും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചില ഇസ്ലാമോഫോബിക് ടൂളുകൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രയോഗിക്കപ്പെടുക എന്നുള്ളത് അത് ഒരിക്കലും നമ്മുടെ എന്താ പറയുക ഈ സംസ്ഥാനത്തോടും ഇവിടുത്തെ ജനങ്ങളോടും സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓരോ ബോധപൂർവമോ അല്ലാതെയോ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച അത്ര അളവിലോ അല്ലാതെയോ ഇസ്ലാമോഫോബിയയെ ശക്തിപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ഈ പ്രചാരണങ്ങൾ കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത്. ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിഷയം അത് പൊതുമാധ്യമങ്ങളോട് പറയുമ്പോൾ, അത് സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ആളുകൾ പങ്കുവെക്കുമ്പോൾ വടകര മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലൊട്ടുക്കും അതിൻ്റേതായ അവർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു റിസൾട്ട് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പറയുന്നത്. അത് ചർച്ചയാക്കുമ്പോഴും മാധ്യമങ്ങളോട് സംവദിക്കുമ്പോഴും എന്തിനാണ് എല്ലാവരോടും പറയുന്നത്? അത് കേരളത്തിലൊട്ടുക്കും അതിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു റിസൾട്ട് ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്നൊരു പേര്, ഇപ്പോൾ ഈ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്നൊരു പേരൊക്കെ പുറത്തു വരുമ്പോൾ CPM പോലെയുള്ള ഒരു പാർട്ടിയിൽ നിന്ന്, ഇടതുപക്ഷത്തിൽ നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവരെ മാറ്റി നിർത്തുന്നു, അന്വേഷണം നടക്കട്ടെ, അവർ കുറ്റവിമുക്തരായെന്ന് തെളിയിക്കപ്പെട്ടാൽ അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കും, അല്ലെങ്കിൽ അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കട്ടെ. ഇത് കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും കാലങ്ങളായി ചെയ്തു വരുന്നൊരു കാര്യമാണ്. അത് പറയുന്നതിന് പകരം അതിനെ വേറൊരു നിലക്ക് ഉപയോഗപ്പെടുത്താനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് എന്നാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പിന്നെ നമ്മളിപ്പോൾ ഒരു വിഷയം എടുത്ത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുകയാണ് എന്നല്ലതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും പ്രയാസകരമായ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പിന്നെ CPM നേതാവിൽ നിന്നുണ്ടായൊരു പരാമർശമായിരുന്നു UDF അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കുമെന്നുള്ളത്. ഞാനിങ്ങനെ ചിന്തിച്ചു, മാറാട് ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തെയാണ് ഇവർ ഭയപ്പെടുത്തുന്നത്? ആരുടെ വോട്ടാണ് ലക്ഷ്യം വെക്കുന്നത്? എന്ത് സോഷ്യൽ എൻജിനീയറിംഗ് ഇവിടെ വർക്കൗട്ടാകുമെന്നാണ് ആ പരാമർശത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്? വളരെ ഗുരുതരമായൊരു സംഗതിയല്ലേ അത്? ഒരു മാറാട് മാത്രമല്ല, എന്താണ് വേറൊരു പിന്നെ ഇവിടെ ഏറ്റവും ചർച്ചയായൊരു മണ്ഡലമായിരുന്നു പേരാമ്പ്ര. പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞതെന്താണ്? കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്ത ഒരു അനൗൺസ്മെൻറ്റ് അത് പിന്നെ ചെയ്തു. അന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി വളരെ മാന്യമായൊരു നിലപാട് സ്വീകരിച്ചു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു. പലരും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. കൗമിലെ കുട്ടി എന്ന് പറയുമ്പോഴും ആരുടെ വോട്ടിനെ ആകർഷിക്കാനാണ് ആ വാചകം പ്രയോഗിക്കുന്നത്? എന്ത് സോഷ്യൽ എൻജിനീയറിംഗ് അവിടെ ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആരുടെ വോട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ആ വാചകങ്ങൾ പ്രയോഗിക്കുന്നത്? വളരെ ഗൗരവമുള്ളൊരു സംഗതിയല്ലേ? നമ്മൾ നോക്കൂ, കേരളത്തിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ എനിക്ക് വളരെ അപകടകരമായി തോന്നിയൊരു പരാമർശമായിരുന്നു നേരത്തെ പിന്നെ CPIMൻ്റെ സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റേത്. അദ്ദേഹം ഒരിക്കൽ പറയേണ്ട, ഇവിടെ ഹസൻ, ആരിഫ്, കുഞ്ഞാലിക്കുട്ടി ത്രയം വരാൻ പോകുന്നു. ഒരു എലക്ഷൻ വരാനിരിക്കും, അതിൻ്റെ മുന്നിൽ അത്തരമൊരു വാചകം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ആരുടെ വോട്ടാണ് പ്രതീക്ഷിക്കുന്നത്? ആരെയാണ് അപരവൽക്കരിക്കുന്നത്? എന്ത് സോഷ്യൽ എൻജിനീയറിംഗ് ആണ് ഈ വാചകം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇത് ഇപ്പോൾ നോക്കൂ നിങ്ങൾ, മാറാട് പോലെയൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരിക്കലും നമ്മൾ വീണ്ടും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്തൊരു സംഗതിയാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു ആ സമയത്തൊക്കെ. ശരിക്കും ഈ സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലത്താണ് ഇത് നടന്നത്. അങ്ങനത്തെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത്ര സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ
എന്തൊക്കെ സംഭവിക്കും, എത്ര തീവ്രമായ ആളുകളിലേക്ക് അതെത്തും, ഏതൊക്കെ തരത്തിൽ ആളുകളുടെ മനസ്സിനെ അത് ബാധിക്കും. എന്നിട്ട് ആ സംഗതി വീണ്ടും ഓപ്പൺ ചെയ്യണം. ഒരു വിഭാഗത്തെ ഭയപ്പെടുത്തുകയാണ്, ഒരു വിഭാഗം ആളുകളെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ ഭയപ്പെടുത്തുകയാണ്, എന്നിട്ട് വോട്ട് വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു സമീപനമാണ് എന്താ പറയുക സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി പക്വമായ ഒരു നിലപാടിലേക്ക് ഈ ഇടതുപക്ഷം പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു സമീപനമാണ് ഇപ്പോൾ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നിട്ടും മാധ്യമങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും വിവിധ പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മുതിർന്ന പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും ഇവിടുത്തെ വിവിധ സോഷ്യൽ ഗ്രൂപ്പുകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ഒരു സംഗതിയുണ്ട്. എന്താണ്, ഇവിടെ ഒരു സാമൂഹികമായ ഭിന്നത ഉണ്ടാകുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സമീപനം ഇടപെടലുണ്ടായി, അല്ലെങ്കിൽ അത്തരമൊരു സമീപനം സ്വീകരിച്ചു എന്ന് ജനങ്ങൾ കരുതിയതുകൊണ്ടാണ് അത് കേരളീയ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നതാണ് ഈ ഇലക്ഷൻ റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഈ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളത് ഒരു കൗതുകകരമായ അത്ഭുതകരമായ കാര്യമാണ്.